മൂന്നാറിൽ 2000 കോടിയിൽ കുറയാതെ അനധികൃത ഭൂമി ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് ഹൈക്കോടതി. മൂന്നാർ മേഖലയിൽ ഏലം കുത്തകപ്പാട്ട ഭൂമിയിൽ റിസോർട്ടുകൾക്ക് അനുമതി നൽകുന്നത് അനുവദിക്കാനാവില്ല എന്നും കോടതി. മുൻ ഡെപ്യൂട്ടി തഹസിൽദാർ രവീന്ദ്രനെതിരെ ക്രിമിനൽ നടപടിയുണ്ടാകാത്തത് എന്താണെന്നും ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. മൂന്നാർ ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരെ വൺ എർത്ത് വൺ ലൈഫ് നൽകിയ പൊതുതാൽപര്യ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. പള്ളിവാസൽ വില്ലേജിലെ ഏലത്തോട്ടങ്ങളിൽ ലയങ്ങൾ റിസോർട്ടാക്കി മാറ്റാൻ മകയിരം ഗ്രൂപ്പിന് ഇടുക്കി കളക്ടർ കത്തു നൽകിയെന്ന് വാദത്തിനിടെ അഭിഭാഷകർ കോടതിയെ അറിയിച്ചു. ഏലം ഭൂമിയിൽ തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള കെട്ടിടങ്ങൾ റിസോർട്ടാക്കി മാറ്റാൻ ആർക്കും അനുമതി നൽകാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. മൂന്നാർ മേഖലയിൽ 2000 കോടി രൂപയിൽ കുറയാത്ത അനധികൃത ഭൂമി ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ടതിനാലാണ് ഉദ്യോഗസ്ഥർ നടപടിക്ക് മടിക്കുന്നതെന്നും ബെഞ്ച് വാക്കാൽ പരാമർശിച്ചു. ദേവികുളം മുൻ ഡെപ്യൂട്ടി തഹസീൽദാർ AI രവീന്ദ്രൻ 534 വ്യാജ പട്ടയങ്ങൾ നൽകിയതായി കണ്ടെത്തി സർക്കാർ അത് റദ്ദാക്കിയിട്ടും ഇയാൾക്കെതിരെ ക്രിമിനൽ നടപടി ഉണ്ടാക്കാത്തതെന്തെന്ന് കോടതി ചോദിച്ചു. രവീന്ദ്രനെതിരെ വിജിലൻസ് അന്വേഷണം ഉണ്ടായിരുന്നുവെന്നും അനധികൃത സമ്പാദ്യം കണ്ടെത്തിയില്ലെന്നും സർക്കാർ അറിയിച്ചു. എന്നാൽ ഗൂഢാലോചന കുറ്റം മാത്രം ചുമത്തിയ കേസുകൾ അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ കൂടി ചുമത്തി പുനരന്വേഷണത്തിനുള്ള സാധ്യതയാണ് തേടേണ്ടതെന്ന് കോടതി വ്യക്തമാക്കി. റിസോർട്ട് പ്രവർത്തനത്തിന് അനധികൃതമായി NOC നൽകിയെന്ന് പരാതിയിൽ ഇടുക്കി ജില്ലാ കളക്ടർക്കെതിരെ അന്വേഷണം നടത്തണമെന്ന നിർദ്ദേശമടങ്ങിയ ഉത്തരവ് ഹൈക്കോടതി തൽക്കാലത്തേക്ക് മാറ്റി. ന്യൂസ് മലയാളം, കൊച്ചി.